അങ്ങനെ ഞാൻ 2018 ചുമ്മാ എന്തോ ഒരു നമ്മുടെ കോളേജ് ഫെസ്റ്റിൻ്റെ ഒരു വീഡിയോ എന്തോ പോസ്റ്റ് ചെയ്തു, ജസ്റ്റ് ഫോർ എ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, ബട്ട് ഇപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് സപ്പോർട്ടേഴ്സ് ഹു ജസ്റ്റ് ദ ഫോളോയിങ് അപ്പ് വിത്ത് മീ. ബേസിക്കലി, നീ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ലേ, നീ എന്തൊക്കെയോ റെക്കോർഡ് ചെയ്യുന്ന കാണാമല്ലോ, നീ ഒന്നും ഇടുന്നില്ലേ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇട്ടേക്കാം, കാണുന്നവർ കാണട്ടെ. ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പം ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. വലിയ ഡിലേ ഇല്ലാതെ ഞാൻ ഒരു ക്വിക്ക് സ്കിൻ കെയർ റൂട്ടീൻ കാണിച്ചു തരാം. ഓക്കെ, അഗൈൻ ഇതൊരു 9:30 രാത്രിയായിപ്പോൾ. അപ്പോൾ സാധനം കുറച്ച് പുറകില്ല, വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം കവർ ചെയ്ത വീഡിയോ ഇടുന്നത്. നോക്കട്ടെ, സോ ഐ വാഷ് മൈ ഫേസ്. ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും ഇപ്പം നിങ്ങൾ സാധാരണ സെറ്റാഫിലൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനത്തെ ഒരു മെൻസ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ എൻ്റെ മൈൻഡിൽ, ദിസ് ഇസ് മൈ തിയറി, ബിക്കോസ് ഇത് എനിക്ക് വർക്കായി. ഓക്കെ, നോട്ട് നെസസറി. നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ ഡ്രൈ ആണെങ്കിൽ ദയവേത് അത് ഉപയോഗിക്കില്ല കേട്ടോ. ദാറ്റ് വാസ് ഗാർണിയർ മെൻസ് ആക്നോ ഫൈറ്റ് ഫേസ് വാഷ്. സോ ബേസിക്കലി എൻ്റെ ഇങ്ങനെ ഒരു ഹെഡ് ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എവിടെയോ കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് തപ്പോൾ കാണില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ടാങ്ക് ടോപ്പ് എടുത്ത് അതിൻ്റെ സ്ലീവ് ഞാനിങ്ങനെ തലയിൽ വെച്ചിട്ട് ടാങ്ക് ടോപ്പ് ഞാൻ എൻ്റെ പുറകിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. അത് കഴിഞ്ഞുള്ളത് ഞാൻ ഇത് യൂസ് ചെയ്യാം. ദിസ് ഈസ് ന്യൂട്രോജനാസ് ഹ്യാലുറോണിക് ആസിഡ് സിറം. ഇത് ആക്ച്വലി ആദ്യം ക്യാപ്സ്യൂളിൻ സിറം എന്ന് പറഞ്ഞ് വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സംഭവം മാർക്കറ്റിൽ കാണാറില്ല, ആ കുപ്പി എവിടെയും കാണാനില്ല. ഏത് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്താലും ഇപ്പോൾ ഇതാണ് വരുന്നത്. തിരിച്ച് കൊടുത്തു വിട്ടാലും പിന്നെ അവർ ഇത് തന്നെ റീസെൻഡ് ചെയ്യും. അത് ആക്ച്വലി ഒരു പമ്പ് ചെയ്യുന്ന ഒരു ബോട്ടിലായിരുന്നു കേട്ടോ. ആൻഡ് അതിലിങ്ങനെ കുട്ടി വെള്ള ക്യാപ്സ്യൂൾസ് ഉണ്ടായിരുന്നേ. അത് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഒരു മൈക്രോ ക്രിസ്റ്റൽ, ഒരുമാതിരി ഗ്ലോ. ഇറ്റ് വാസ് വെരി നൈസ്. ഇപ്പം അതില്ല. എന്തായാലും നമുക്ക് ഈ ഹ്യാലുറോണിക് സീറം തൂത്തുപിടിക്കാം. നിങ്ങൾ ഫ്രഷായിട്ട് മുഖം കഴുകിയതാണെങ്കിൽ ഒരു ഡാംപ്നെസ്, ഒരു നനവ് നിങ്ങളുടെ മുഖത്തുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ ഇങ്ങനെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ക്രീംസ് ഒക്കെ തൂത്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ദിസ് ഈസ് വെരി ഹൈഡ്രേറ്റിംഗ്. എനിവേസ്, നിങ്ങളൊന്ന് കയ്യിലോ അല്ലെങ്കിൽ മുഖത്തോ ചെറിയൊരു സ്ഥലത്തൊക്കെ ഏത് ക്രീം മേടിച്ചാലും ഒന്ന് തൂത്ത് പുരട്ടി എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് തൂക്കുക. ജനറലി ഞാൻ ന്യൂട്രോജന എന്തിന് പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് സേഫ് ഓൺ ഓൾ സ്കിൻ ടൈപ്സ്. അതായത് പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസസ് ഒന്നുമില്ല. അത് കാരണമാണ് ഞാനിത് സജസ്റ്റ് ചെയ്യാറ്. ആഫ്റ്റർ ദാറ്റ് ഞാനിപ്പോൾ കഞ്ഞിയാണ് കുടിച്ചത്. സോ കഞ്ഞിയുടെ കൂടെ നല്ല ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു. അപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു, എൻ്റെ ചുണ്ടൊക്കെ പുകഞ്ഞായിരിക്കുന്നു. സോ യു ക്യാൻ ജസ്റ്റ് യൂസ് OG വാസലിൻ്റെ ഒരു പെട്രോളിയം ജെൽ. സോ ദാറ്റ്സ് ഇനഫ് ഫോർ നൈറ്റ് ടൈം സ്കിൻ കെയർ അഗൈൻ. ഇത് നിങ്ങൾക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാം. സോ ബിഫോർ യു അപ്ലൈ യുവർ സൺസ്ക്രീൻ ഓർ എനിത്തിങ്, ഗോ ഫോർ ദ സിറം. ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 3 minutes അല്ലെങ്കിൽ 5 minutes കഴിഞ്ഞ് നിങ്ങളുടെ സൺസ്ക്രീനോ വാട്ട് എവർ യു അപ്ലൈ ഡെയിലി. മേക്കപ്പ് ഇടുന്ന ആളാണെങ്കിൽ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, 2-3 weeks ആയിട്ട് ഞാൻ മുഖം കഴുകാൻ വരെ മടിച്ചിരിക്കുക. ഇപ്പോൾ ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ദീസ് ആർ ഓൾ ബിക്കോസ് ഓഫ് ഹീറ്റ്. ഞാൻ ആൻഡ് ഓൾസോ ഐ എം ഓൺ മൈ പീരിയഡ്. സോ പീരിയഡ്സിൽ ഇതൊക്കെ ലിറ്റിൽ കോമൺ. നിങ്ങളുടെ പീരിയഡ്സ് ടൈമിലൊക്കെ ആണെങ്കിൽ ഫ്യൂ പിമ്പിൾസ് ആർ വെരി കോമൺ ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അത് ചിലപ്പോൾ ഈ ക്രീമൊക്കെ തൂത്ത കാരണം കുറയാൻ പോകുന്നില്ല. പറ്റുന്നത്രയും നിങ്ങൾ പീരിയഡ്സ് ടൈമിൽ ചൂടുവെള്ളം കുടിക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ്. നന്നായിട്ട് ചൂടുവെള്ളം കുടിക്കുക. പറ്റുമെങ്കിൽ പീരിയഡ്സ് ടൈമിൽ, അല്ലെങ്കിൽ ദിവസവും കരിക്കും വെള്ളം കുടിക്കുക. ദാറ്റ് റിയലി ഹെൽപ്സ്. എനിവേസ്, ഇങ്ങനെ കരിക്കും വെള്ളം അതും ഇതൊക്കെ കുടിക്കാൻ എനിക്ക് ആൾക്കാരോട് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ഞാൻ 2019 to 2021 കൾട്ട് ഫിറ്റിലൊരു ഡാൻസ് ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി മെമ്പേഴ്സൊക്കെ വരും, നമ്മുടെ ഡാൻസ് ഫിറ്റ്നസ് സെഷനൊക്കെ കഴിയും. അത് കഴിഞ്ഞ് അവർ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നേക്കാളും മുമ്പ് അവർ വന്ന് ചോദിക്കും,
ആക്ച്വലി ഡു യു ഹാവ് എനി ഡയറ്റ് പ്ലാൻസ്? യുനോ എന്തൊക്കെ കഴിക്കാം? ഞാൻ രാവിലെ ഇന്ന് ഇഡ്ഡലിയാണ് കഴിച്ചത്. യുനോ എത്ര ഇഡ്ഡലി കഴിക്കാം? എന്തൊക്കെ കാർബ്സ്, എത്ര കാർബോഹൈഡ്രേറ്റ്സ്, എത്ര പ്രോട്ടീൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ആ ടൈമിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ അക്കാഡമി പോയിട്ടൊരു ന്യൂട്രീഷൻ കോഴ്സൊക്കെ ചുമ്മാ ചെയ്തു. ബിക്കോസ് ദേ വർ ആസ്കിങ് മീ ദീസ് ക്വസ്റ്റ്യൻസ്. ഐ തോട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ എഡ്യൂക്കേറ്റഡ് ഓൺ ദാറ്റ്. അപ്പോൾ ഞാൻ അവർക്കിങ്ങനെ ചുമ്മാ സജഷൻസ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്ത് പോകുമ്പോൾ ഒരു സിഗ്നലുണ്ട് ബാംഗ്ലൂരിലെ HSR ലേഔട്ടിൽ. അപ്പോൾ ആ സിഗ്നലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മെഗ്ഡി ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 9:30-10 മണിക്കൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കാരുണ്ടല്ലോ, അവരവിടെ നിന്ന് ബർഗറും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോവുക. ഞാൻ പറഞ്ഞു നാളെ കാണാം നിങ്ങളെ, നാളെ നോക്കിക്കോളാം ഞാൻ പറയുമായിരുന്നു. സോ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. ബട്ട് അഗൈൻ എവറിബഡീസ് ബോഡി ഈസ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ സ്ത്രീകൾ പലർക്കും നമ്മൾ അറിയാത്ത കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ബ്ലഡിൽ തൈറോയിഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ ഒരു ഡയറ്റൊക്കെ പ്ലാൻ ചെയ്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. തൈറോയിഡ് ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധാരണ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് തൈറോയിഡ് ഉള്ളവർക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ. അപ്പോൾ ഐ ബി പോസ്റ്റിംഗ് മോർ ഓഫ് ദീസ് കോണ്ടന്റ്സ്. എനിക്ക് കുറച്ച് വർക്കൗട്ട് പ്ലാൻസ് ഒക്കെ തരണമെന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഗുഡ് നൈറ്റ്.